അബിയും കാർത്തിക്കും തമ്മിൽ അച്ഛൻ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പിന്നെ അബിയുടെ ചെറിയ ചെറിയ ഈഗോ, അതാവാം അവർക്കിടയിലുള്ള പ്രശ്നം. ഇപ്പോ ഏതായാലും അതൊന്നും സംസാരിക്കേണ്ട സമയമല്ല. അബിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. എടോ, തനിക്ക് അഭിയെ ഏറെക്കുറെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എന്നിട്ടും അവളുടെ ഈഗോ സഹിക്കാനും ക്ഷമിക്കാനും തനിക്ക് കഴിഞ്ഞില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കൊരുമിച്ച് ജീവിച്ചുകൂടായിരുന്നോ? തനിക്ക് എൻ്റെ മോളോട് ക്ഷമിക്കായിരുന്നില്ലേ ആനന്ദേ? അവള് വെറും ഒരു പാവായിരുന്നില്ലേ? ഞാൻ ഇനി ഏതായാലും ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. അമ്മ തനിച്ചങ്ങ് പോയാൽ മതി. എങ്കിൽ പിന്നെ ഞാനും പോകുന്നില്ല. ഏ, അല്ലെങ്കിലും നമ്മൾ അവിടെ പോയി നിന്നിട്ട് എന്ത് ചെയ്യാനാ? അത് പറഞ്ഞാൽ പറ്റില്ല. അവളുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ? അമ്മ അതൊക്കെ എടുത്ത് പോയിട്ട് വാ. ഓ, ഞാൻ അവിടെ പോയി മെനക്കെട്ട് നിൽക്കണം. നിനക്ക് ഇവിടെ സുഖിച്ചിരിക്കണം അല്ലേ? പിന്നെ അല്ലാതെ. അവള് ചത്തോ ജീവിച്ചോന്നറിയാൻ അവിടെ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇതെങ്ങാനും സഹദേവൻ അറിഞ്ഞാലുണ്ടല്ലോ. അമ്മേ, ആ മരങ്ങോടനോട് ഇതൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. നീ എവിടെ പോയെന്ന് അവൻ ചോദിച്ചാൽ ഞാനെന്ത് പറയണം? 3-4 ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. വീട് മുഴുവൻ പൊടിയടിച്ച് കിടക്കുകയാണെന്നും ഞാൻ അത് അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുകയെന്നും അമ്മ പറഞ്ഞാൽ മതി. അപ്പൊ അയാൾക്ക് സന്തോഷമായിക്കൊള്ളൂ. എവിടെയായാലും ഞാൻ കഷ്ടപ്പെടണമെന്നല്ലേ ഉള്ളൂ ആ ദുഷ്ടന്. ഞാൻ പറഞ്ഞു നോക്കാം. അവനത് കേട്ടാ നിന്റെ ഭാഗ്യം. കള്ളത്തരവാണെന്ന് മനസ്സിലായ അവനിങ്ങും വരും. ഓ പിന്നെ, എനിക്ക് അയാളെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. വിവരദോഷിയാണെങ്കിലും ഭർത്താവല്ലേന്ന് വിചാരിച്ച് കുറച്ച് ബഹുമാനം കൊടുക്കുന്നതാ. അതെനിക്കറിയാം. അമ്മ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളുടെ ഡ്രസ്സ് എടുത്ത് വെക്കാൻ നോക്ക്. അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം. മോളെ, ഗീതമ്മേ, ഗീതമ്മേ, ഗീതമ്മേ. എന്താ? അഭിരാമിയുടെ മുറിന്ന് കിട്ടിയ കത്താ. ഏ? ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിച്ചു നോക്കിയേ. അഴകത്തമ്മ എന്നെ ഏൽപ്പിച്ച നിധി സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ബാലാമണിയോടും അഴകത്തമ്മയോടും ഞാൻ ചെയ്ത ചതിക്ക് ഈ ഒരു പരിഹാരമേ എന്റെ മുന്നിലുള്ളൂ. മാപ്പ്. അഴകത്തമ്മ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച നിധിയോ? അതെന്തായിരിക്കൂടി ഗീതമ്മേ? അതെന്താണെന്ന് നമ്മൾ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാ അഭയെടുത്തേടേത്. അങ്ങനെയുള്ള എൻ്റെ ഏട്ടത്തിയുടെ മനസ്സിന്റെ താളം പിഴച്ചു പോയത് എവിടെയാ? എൻ്റെ ദേവി, ഒരാപത്തും കൂടാതെ അഭയെടുത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ. എൻ്റെ ഈ ഒരു പ്രാർത്ഥനയെങ്കിലും അമ്മയൊന്ന് കേൾക്കണേ. അഭിരാമി മൃത്യുഞ്ജയ ഹോമം നക്ഷത്രം എഴുതിയിട്ടില്ലല്ലോ. നാളെ ഏതാണെന്ന് എനിക്കറിയില്ല. മൃത്യുഞ്ജയ ഹോമം നാളെ അറിയാതെ ചെയ്യാൻ പറ്റില്ലേ? സാരമില്ല, നക്ഷത്രം അറിയാത്തത് തനിക്കല്ലേ, പക്ഷെ അത് ദേവിക്കറിയാലോ. താൻ അയാളെ മനസ്സിൽ സങ്കല്പിച്ച് ദേവിയോട് നന്നായി പ്രാർത്ഥിച്ചോളൂ. ബാക്കിയെല്ലാം ദേവി നോക്കിക്കോളൂ. ഓ, ആമേൻ.
അഭിയെടുത്തി എങ്ങനെയാ പരിചയം? ഡോക്ടറെ എനിക്കറിയാം. അതെ, ഇത് വെറും ഒരു പരിചയമല്ല, മറ്റെന്തോ ഒന്നുകൂടി ആ പരിചയത്തിന്റെ പിന്നിലുണ്ട്. ആ, അല്ല, യാദൃശ്ചികമായിട്ട് നമ്മൾ പല സ്ഥലത്തും വെച്ചും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ കാണുമ്പോഴൊന്നും ഇല്ലാത്ത ഒരു പേടി ഇപ്പൊ നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. എന്തിനാ നിങ്ങൾ എന്നെ പേടിക്കുന്നത്? അഭിയെടുത്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? ഇന്നത്തെ ഈ അവസ്ഥയിൽ അഭിയെടുത്തി വെറുതെ എത്തിപ്പെട്ടതല്ല. ആരൊക്കെയോ ചേർന്ന് നിർബന്ധപൂർവം അവരെ ആ അവസ്ഥയിലാക്കിയതാ. അതിനുള്ള കാരണവും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ദയവേത് അത് എന്നോടൊന്ന് പറയൂ. ദേവി, ഈ നടക്കിൽ വെച്ച് ഞാൻ എല്ലാ സത്യവും ഈ പെൺകുട്ടിയോട് പറയാൻ പോകും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ദേവി കാത്തോളണം. എന്താ ആലോചിച്ച് നിൽക്കുന്നത്? എന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അതെനിക്ക് ഉറപ്പാ. പക്ഷേ നിങ്ങളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതെന്നോട് ദയവ് ചെയ്തൊന്ന് പറയൂ. മോളെ, അളിയോ, അളിയോ, ഹലോ. ചേച്ചി അളിയന് ഒരുപാട് നേരമായിട്ട് അന്വേഷിക്കുക. ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. തൊഴുതെങ്കി വാ, വാ വരാൻ. അളിയ വാ. ഹലോ. ദേവി, ഞാൻ അറിയാതെ എന്തൊക്കെയോ എന്റെ ചുറ്റും നടക്കുന്നുണ്ട്. അഭിയെടുത്ത് ഇങ്ങനെ ചെയ്തതിന് പിന്നിൽ മറ്റെന്തോ ശക്തമായൊരു കാരണമുണ്ട്. അതെന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ അമ്മേ. എന്തോന്നാ ചേച്ചി ഇത്? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോ ഞാനൊരുത്ത വീട്ടിലുണ്ടെന്ന ബോധം നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. കഷ്ടം തന്നെ. ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ബാലാമണിയോടുള്ള സത്യങ്ങളൊക്കെ വിളമ്പാൻ പോയിരിക്കുന്നു. പോട്ടേച്ചി, അളിയനൊരു അബദ്ധം പറ്റി പോയതാ. ഇനി അളിയൻ അത് ആവർത്തിക്കില്ല. അളിയനെ ഞാൻ പറഞ്ഞു ഉപദേശിച്ച് നേരാക്കി തരാം. ശരി, നോക്കി. അളിയ, ഇതിപ്പോ കുറെ നാളായിട്ട് അളിയന്റെ ഒരു രീതിയെ ഇങ്ങനെയാ. ഇത് ശരിയായിട്ടുള്ള രീതിയാണെന്ന് അളിയന് തോന്നുന്നുണ്ടോ അളിയ? ഒന്നെങ്കിൽ അളിയൻ ഞങ്ങളെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഒന്നിനും ഇടപെടാതെ ഒരു അഭിപ്രായവും പറയാതെ എല്ലാം കണ്ടും മിണ്ടാതെ അടങ്ങി ഒതുങ്ങി വീട്ടിയിരിക്കണം. ഹലോ, രണ്ടിലേതെങ്കിലും ഒരു വഴി അളിയൻ തിരഞ്ഞെടുത്തേ പറ്റൂ. ഒരു കാര്യം ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നേക്കാം. ഇനി ഇതുപോലെ ആരോടെങ്കിലും എന്തെങ്കിലും വിളമ്പാൻ നടന്നാ നിങ്ങളെ ഞാൻ കൊല്ലും. അതിനായം. അളിയ, ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ അറിയാലോ, പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. അതുകൊണ്ട് അളിയെ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അബിക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടറെ? പേടിച്ചതുപോലെ അഭിരാമിയുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി എനിക്ക് എൻ്റെ മോളെ ഒന്ന് കയറി കാണാമല്ലോ അല്ലേ? ഈ നിമിഷം വരെ തീയിൽ ചവിട്ടി നിൽക്കുകയായിരുന്നു ഞാൻ. വിളിക്കാത്ത ദൈവങ്ങളും നേരാത്ത നേർച്ചകളും ഇല്ല. എന്തായാലും അതൊക്കെ ഫലം കണ്ടല്ലോ. ഈശ്വരാധീനം. അഭിരാമിയുടെ ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നേരാ. പക്ഷേ എന്താ ഡോക്ടർ, അഭിക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കാർത്തിക്, ഒന്ന് വരും.
എന്താ കാർത്തികേ, ഡോക്ടർ എന്താ പറഞ്ഞേ? എന്റെ മോക്ക് എന്തു പറ്റിയെന്നാ ഞാൻ ചോദിക്കുന്നേ? മോളെ, നിനക്കെന്തോ സംഭവിച്ചു എന്നാ ആ ഡോക്ടർ കാർത്തികിനോട് പറഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചിട്ട് കാർത്തികൊട്ട് പറയുന്നുമില്ല. എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ല. പിന്നെന്താ പ്രശ്നം? ഇവരൊക്കെ കൂടി എന്ത് രഹസ്യമാ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നിനക്കൊരു കുഴപ്പമില്ലല്ലോ മോളെ. നിന്നെ തിരിച്ചു കിട്ടത്തില്ലെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് കിട്ടിയല്ലോ. എന്നിട്ടും നിന്റെ ഭർത്താവിന്റെ മുഖത്തെന്താ ഒരു സന്തോഷവും ഇല്ലാത്തത്? അതിന്റെ കാരണം എന്താണ്? അച്ഛാ, എന്റെ മോൾക്ക് എന്തോ മഹാകുഴപ്പം സംഭവിച്ചു എന്നാ ഞാൻ വിചാരിച്ചത്. ഒന്നുമില്ല, ക്ഷീണം കൊണ്ട് അവളൊന്ന് മയങ്ങിക്കിടക്കുന്നേ ഉള്ളൂ, അല്ലാതെ യാതൊരു പ്രശ്നവുമില്ല. എന്താ തനിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? വേണ്ട, അവള് പറയുമ്പോൾ വിശ്വസിക്കുമല്ലോ. മോളെ, നിന്റെ അസുഖമൊക്കെ മാറിയെന്ന് നീ തന്നെ ആനന്ദിനോട് പറ മോളെ. അച്ഛാ, വേണ്ട, അഭിരാമിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കണ്ട. അതെന്താ? അച്ഛൻ അഭിരാമി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്താ ഇവളിങ്ങനെ? നിങ്ങൾ ആരും ഒന്നും പറയാതിരുന്ന ഞാൻ എങ്ങനെ അറിയാനാ? ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ കൂടെ ഒന്ന് കെയർ ചെയ്യണം. അഭിയുടെ പ്രോബ്ലം എന്താണെന്ന് ഡോക്ടർ കോശി നിന്നോട് പറഞ്ഞില്ലേ? അഭി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സാധാരണ ഒരാൾക്ക് ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കാവുന്നതാ. അഭിയോടുള്ള സ്നേഹം, അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയുള്ള സന്തോഷം, അതുകൊണ്ടൊക്കെയാവും അച്ഛൻ്റെ മനസ്സ് മറ്റൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാത്തത്. താൻ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷീസ് പാരലൈസ്ഡ്. തളരരുത്, ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് അമ്മയ്ക്കുള്ള കത്താണല്ലോ. ജയിലിന്നോ? ഇവിടെ ഒരു 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. അതൊന്നും ചെയ്യാതെ നീ ഇവിടെ എന്തെടുക്ക? കണ്ടോ, അമ്മയ്ക്ക് വന്നൊരു കത്ത്. അതിലിത്ര കാണാൻ എന്താ? ഈ കത്തിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതല്ലേ നല്ലത്. അതെന്ത് വേണമെന്ന് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഏട്ടത്തെ തീരുമാനിക്ക്. ഈ കത്ത് വന്നിരിക്കുന്നതേ ജയിലിന്നാ. ജയിലിന്നോ? ആ, അതെ. ജയിലിന്നാരാ അമ്മയ്ക്ക് കത്തയക്കാൻ? അതാരാണെന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ജോലിയാ. ഒരു ലീലാമ്മ. ഈ കത്തിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കിയാലോ? നീ വാ.
എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നൽ അഭിരാമിക്കുണ്ടാകാൻ പാടില്ല. അതുണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അഭിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. സ്നേഹത്തോടെയുള്ള സമീപനം, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരു വാശിയിലേക്ക് അഭിരാമിയെ കൊണ്ടെത്തിക്കും. അത്തരം ഒരു വാശിയാണ് ആ കിടക്കയിൽ നിന്ന് അഭിരാമി എഴുന്നേൽപ്പിക്കുന്നത്. ചെയ്യാം ഡോക്ടർ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അഭിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. അതൊരു നല്ല തീരുമാനമാണ്. കാർത്തിക്കിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞങ്ങൾ അവളെ ശരിക്ക് കയറിയില്ല എന്നുള്ള പേടി കൊണ്ടാണല്ലോ അഭിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ തീരുമാനിച്ചത്. കൊണ്ടുപോയിക്കോ. ഇതിലൊന്നും എനിക്കൊരു അഭിപ്രായം പറയാനില്ല. ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വേഗം നോക്ക്. പ്രിയപ്പെട്ട സുമംഗലാമ്മയ്ക്ക് ലീലാമ്മ എഴുതുന്ന കത്ത്. ആരാ ഈ പുതിയ ലീലാമ്മ? എടീ, നീ അത് മുഴുവൻ വായിക്ക്, അപ്പൊ അറിയാലോ. എന്റെ ശിക്ഷ കഴിയാൻ അധിക നാളില്ലെന്ന് സൂപ്രണ്ട് സാറ് മിനിഞ്ഞാന്ന് വന്ന് പറഞ്ഞു. ഈ മാസം പകുതിയോടെ എന്നെ അവർ ഇവിടുന്ന് വിടും. അതൊന്ന് അറിയിക്കാൻ കൂടിയാ ഇങ്ങനെ ഒരു കത്ത് ഞാൻ എഴുതുന്നത്. സുമംഗലാമ്മ മക്കളോട് എല്ലാം സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ നീ വായിക്ക്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അവർക്കെന്നോട് ദേഷ്യം ഉണ്ടാവോ? അതോ എന്നവർ മനസ്സിലാക്കുവോ? ജയിലിൽ നിന്നിറങ്ങിയ ഞാൻ നേരെ അഴകത്തേക്ക് വരാം. അവിടെ വന്ന് എന്റെ മോനെയും കൂട്ടിക്കൊണ്ടേ ഞാൻ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. നോക്കട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും ദേവുവിനോട് പറഞ്ഞിട്ടുണ്ട്. ദേവു, എന്റെ മോള് അവള്. മുമ്പൊരിക്കൽ കണ്ടപ്പോ ഞാൻ അവളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. സുമംഗലമ്മ ഓർക്കുന്നുണ്ടോ? ഒരു ഏട്ടനുണ്ടെന്നറിഞ്ഞപ്പോ അവൾക്കും വലിയ സന്തോഷമായി. 3-ാം വയസ്സിൽ അവന് ഞാൻ സുമംഗലമ്മയെ ഏൽപ്പിച്ച കാര്യം അറിയുമ്പോ അവൾ എന്നെ കുറ്റപ്പെടുത്തുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സുമംഗലാമ്മ തന്ന വാക്ക് എനിക്ക് വിശ്വാസ. എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടും. പക്ഷേ 3 പേരിൽ ഒരാളുടെ പേര് പറയുമ്പോ അവർക്കത് സഹിക്കാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല. ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കോ. സുമംഗലാമ്മയ്ക്കും മക്കൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിർത്തട്ടെ. ഇവിടെ ആഴ്ചയിൽ 1 ഇല്ലന്റ് വെച്ചേ തരൂ. സ്നേഹത്തോടെ, ലീലാമ്മ. എന്റെ ഈശ്വര, എന്തൊക്കെ ഇവര് എഴുതി വെച്ചിരിക്കുന്നേ? മൈഥിലിയേട്ടത്തി, അധികം താമസിയാതെ അവരിങ്ങോട്ട് വരും. അവരുടെ മകനെ അന്വേഷിച്ച് അവരിങ്ങോട്ട് വരും. ആ മകൻ എന്തായാലും അരവിന്ദേട്ടനായിരിക്കില്ല. എന്തുകൊണ്ടായിക്കൂടാ? മൂത്ത കുട്ടിയെയാ എപ്പോഴും ദത്തെടുക്കുന്നത്. അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചില വീടുകളിലെ ഇളയ കുട്ടിയായിരിക്കും ദത്തെടുക്കുന്നത്. പിന്നെ അനന്തുവിന്റെ പെരുമാറ്റവും രീതിയൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ അവൻ അഴകത്തെ അല്ലാന്ന്. വെറുതെ അനാവശ്യം പറയരുതേ. അമ്മ അരവിന്ദേട്ടനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും. നീ അനാവശ്യം പറയല്ലേ? എന്നാ പിന്നെ അനന്തുവിന്റെ കാര്യം ഏട്ടത്തെയും തീരുമാനിക്കണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ദത്തെടുത്തത് അരവിന്ദേട്ടനെയോ അനന്തുവിനെയോ ആണ്. ആനന്ദ് എന്തായാലും അതിൽ പെടില്ല. അത്രയെങ്കിലും സമ്മതിച്ചല്ലോ, ഭാഗ്യം. ഏതായാലും നമ്മുടെ ജീവിതം നശിച്ചു. ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ജയിലിൽ പോയി ആ ലീലാമ്മയുടെ കാല് പിടിച്ച് നോക്കിയാലോ? നമ്മൾ കാല് പിടിച്ചിട്ട് എന്താ കാര്യം? പകരം നമ്മുടെ ഭർത്താക്കന്മാര് പോയി അവരുടെ കാല് പിടിച്ചാ പിന്നെ എന്തെങ്കിലും ഗുണം ഉണ്ടാവും.
അതിന് അവരത് ചെയ്യണ്ടേ? നമ്മൾ വാശി പിടിച്ചാൽ അവരത് ചെയ്യും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്കിൽ നമ്മൾ ജയിച്ചു. ദേ, ഏട്ടത്തി എന്റെ കൂടെ നിന്ന് തന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ഒരു സംശയവും വേണ്ട. ഇത്രയും കാലം അമ്മയെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മക്കളായിരുന്നു അവർ. ഇനി അതെ, അവര് നമ്മളെ അനുസരിക്കണം. ഇല്ലെങ്കിലേ നമ്മുടെ ജീവിതമാ പോകുന്നത്. എങ്ങനെ അനുസരിപ്പിക്കൂന്നാ? അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഏട്ടത്തി അതുപോലെ അങ്ങ് ചെയ്താ മതി. ഏട്ടത്തിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതെല്ലാം? ഇപ്പോ ദാ ഈ നിമിഷം മുതൽ നമ്മള് ഒരുമിച്ച് നിൽക്കണം. എങ്കിലേ അഴകത്തമ്മയെ നമുക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റൂ.